ഇപ്പം സിനിമ കാണുമ്പോൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം നവാസ്ക ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ രഹനയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായിക്കാന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അറം പറ്റിയ പോലെയുള്ളൊരു അല്ലേ? സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ പോകുന്നുള്ളത്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ പല ഭാഗങ്ങളും അത് കാണുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് എൻ്റെ നെഞ്ചിൽ തന്നെ കൊളുത്തി വരിക്കേണ്ടത്. സത്യത്തിൽ ഈ ഷൗക്കത്ത് എന്ന് പറയുന്ന കഥാപാത്രം ഏകദേശം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ തന്നെയാണ് ശരിക്കും ഞാനും പറഞ്ഞില്ലേ ഈ സിനിമയുടെ എഡിറ്ററും പ്രൊജക്ട് ഡിസൈൻ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചർച്ചകളും ഇങ്ങനെ സിനിമയുടെ ഓരോ സബ്ജക്റ്റുകളും. അപ്പോൾ ഈ സിനിമ ഞാൻ തന്നെ അഭിമുഖം പറഞ്ഞ് നീ തന്നെ നായകനായാൽ മതി, അപ്പോൾ നമുക്കിത് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്കൊരു സിനിമ എന്തായാലും ചെയ്യണം, അപ്പോൾ നമുക്ക് ഒരു കൗതുകമുള്ളൊരു കാര്യം ചെയ്യാം, അതൊരു അത്യാവശ്യം ജനങ്ങളിലേക്ക് എത്തണ്ടേ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് നവാസ്കയിലേക്ക് എത്തുന്നത്.